Hello my amigos, welcome back to another fresh video. ഇന്ന് നമ്മൾ ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് മൊഡ്യൂൾ ബിസിനസ് ഇൻ ഇന്ത്യയിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ഡിലേ ആവാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് 15 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ആക്ച്വലി ഒരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഈസ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് 5 മാർക്ക് 15 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട്. സോ എനിവേ, നമുക്ക് ആദ്യം തന്നെ LPG എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ ആദ്യം അഡോപ്റ്റ് ചെയ്തത് മിക്സഡ് എക്കണോമി സിസ്റ്റം ആയിരുന്നു. അതിനുശേഷം 1980s അവസാനമൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും പുതിയൊരു കൺസെപ്റ്റിലേക്ക് മാറാമെന്നൊരു ഐഡിയ വരുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് LPG. ഈ LPGനെ ബേസ് ചെയ്ത് 1991 ഒരു പുതിയ എക്കണോമിക് പോളിസി അനൗൺസ് ചെയ്യുകയും ചെയ്തു. ഇനി എന്താണ് LPG കൊണ്ട് എയിം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. LPGയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് എന്ന് പറയുന്നത് ഇവിടെ 5 പോയിൻറ്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് നാഷണൽ ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് എയിം ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വണ്ണോ, എല്ലാ ഫീൽഡിലും നമ്മുടെ നേഷനെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക. മൂന്നാമത്തതോ, നമ്മുടെ കൺട്രിയിലെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാക്കുക. ഫോർത്ത് വണ്ണിലോ, പോവേർട്ടി ഇല്ലാതാക്കുകയും അതിലൂടെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതിലൂടെ എയിം ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഒബ്ജക്റ്റീവാണ് നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും എല്ലാവർക്കും ഈക്വലി ഇൻകം കിട്ടുവാനും അതിലൂടെ ഒരു ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാനും സാധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. ഇനി നമുക്ക് LPGയിലെ ഓരോ ടേംസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ടോപ്പിക്കാണ് ലിബറലൈസേഷൻ. ഒരു എക്കണോമിയെ ഗവൺമെൻറ്റിൽ നിന്നും ഫ്രീ ആക്കുക, അതാണ് ലിബറലൈസേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസിന് മുമ്പ് നമുക്കുണ്ടായ കൺട്രോളിൽ നിന്നും ഇൻഡിപെൻഡൻസിന് ശേഷം നമുക്ക് ഫ്രീഡം കിട്ടിയില്ലേ, ഇതാണ് ലിബറലൈസേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടേമാണ് പ്രൈവറ്റൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പ് ഗവൺമെൻറ്റിൽ നിന്നോ പബ്ലിക് സെക്ടറിൽ നിന്നോ പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൈവറ്റൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കേണ്ടത്. ടോട്ടൽ 6 ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ്, ഒരു കമ്പനി പ്രൈവറ്റ് ആക്കുന്നതിലൂടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയും. സെക്കൻഡ് ഒബ്ജക്റ്റീവിൽ പറയുന്നത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുവാൻ സാധിക്കും. തേർഡ് വണ്ണോ, ബഡ്ജറ്റിങ്ങിൽ ഉണ്ടാവുന്ന ഡിഫക്ട്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫോർത്ത് വണ്ണിൽ പറയുന്നത് പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ മാനേജ്മെൻറ്റ്സിന് ഉണ്ടാവുന്ന ആ പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഇതിലൂടെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഫിഫ്ത്ത് വണ്ണിൽ പറയുന്നത് ഹ്യൂജ് എമൗണ്ട് പബ്ലിക് സെക്ടറിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ബേർഡൻ തന്നെ ഇല്ലാതാവും. സിക്സ്ത് വണ്ണിലോ ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രൈവറ്റൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. മെയിൻലി ഇത് മാത്രം 5 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഫോംസും കൂടിയാണ് എഴുതേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 15 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്തത് അഡ്വാൻറ്റേജസ് ആണ്. പ്രൈവറ്റൈസേഷൻ്റെ അഡ്വാൻറ്റേജസിൽ ടോട്ടൽ 7 അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് റെഡ്യൂസ്ഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഒരു പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി തുടങ്ങാനായിട്ട് കൂടുതൽ ഗവൺമെൻറ് ഇൻട്രാക്ഷൻസ് ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. അതായത് ലൈസൻസ് കിട്ടാനായിട്ട് ഒരു ലോങ് പീരീഡ് ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ആണ് വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഓപ്പറേഷൻസ് ഇൻക്രീസ് ആകുന്നതിലൂടെ പബ്ലിക്കിന് ലാർജ് നമ്പർ ഓഫ് പ്രോഡക്ട്സും സർവീസസും ഒക്കെ കിട്ടുന്നതാണ്. തേർഡ് അഡ്വാൻറ്റേജ് ആണ് ലോ പ്രൈസ് ആൻഡ് ഡിസ്കൗണ്ട്സ്. പ്രൈവറ്റൈസേഷനിൽ ബിസിനസ് എല്ലാ ദിവസവും റൺ ചെയ്യുന്നത് കോമ്പറ്റീഷൻ്റെ ബേസിലായിരിക്കും.
അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് കമ്പനീസ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. ഇതിലൂടെ പബ്ലിക്കിന് കൂടുതൽ ചീപ്പർ പ്രൈസിലാണ് പ്രോഡക്ട്സും സർവീസസും കിട്ടുന്നത്. ഇനി ഫോർത്ത് അഡ്വാൻറ്റേജ് ആണ് സുപ്പീരിയർ ക്വാളിറ്റി. മാർക്കറ്റിൽ എപ്പോഴും കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും കമ്പനീസ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതിലൂടെ നമുക്ക് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സും സർവീസസുമാണ് കിട്ടുന്നത്. ഇനി ഫിഫ്ത്ത് അഡ്വാൻറ്റേജ് ആണ് ഇൻക്രീസസ് ബാർഗെയിനിങ് പവർ. മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ പബ്ലിക്കിൻ്റെ ബാർഗെയിനിങ് പവറും ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രോഡക്റ്റിൻ്റെയും ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടിയും ക്വാണ്ടിറ്റിക്ക് വേണ്ടിയും പ്രൈസിന് വേണ്ടിയും നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതാണ്. സിക്സ്ത് അഡ്വാൻറ്റേജ് ആണ് ജനറേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. പ്രൈവറ്റൈസേഷനിലൂടെ നമ്മുടെ കൺട്രിയിൽ ബിസിനസ് ഇൻക്രീസ് ആവുകയും അതിലൂടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടുന്നതായിരിക്കും. സെവൻത്ത് അഡ്വാൻറ്റേജ് ആണ് ഇൻക്രീസ്ഡ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്. പ്രൈവറ്റൈസേഷനിലൂടെ ബിസിനസ് ഇൻക്രീസ് ആവുകയും അതിലൂടെ ഗവൺമെൻറ്റിന് ടാക്സും ഡ്യൂട്ടീസും ഒക്കെ ആയിട്ട് റവന്യൂ കിട്ടുന്നതാണ്. ഇത് ഇൻക്രീസ് ആയും വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൈവറ്റൈസേഷൻ്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഇവിടെ ടോട്ടൽ 5 ഡിസഡ്വാൻറ്റേജ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് അൺഫെയർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഈ നാച്ചുറൽ റിസോഴ്സസ് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാത്തതിലൂടെ എക്കോളജിക്കൽ ഇംബാലൻസസ് ആണ് ഉണ്ടാകുന്നത്. ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് വൺ ആണ് കൊമേഴ്ഷ്യലൈസേഷൻ ഇൻ ഓൾ ഫീൽഡ്സ്. പ്രൈവറ്റൈസേഷനിലൂടെ കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നതാകും. പബ്ലിക്കിൻ്റെ സേഫ്റ്റിക്ക് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ആവും കൊടുക്കുന്നത്. ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി തേർഡ് വൺ ആണ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. പബ്ലിക് സെക്ടറിനെ പോലെ എല്ലാ കമ്പനീസിൻ്റെയും ഓപ്പറേഷൻസും സെയിൽസും പ്രോഫിറ്റും ഒക്കെ പബ്ലിക്കിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടണമെന്നില്ല. ഇതിലൂടെ എന്താണ് ആ കമ്പനിയിൽ നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കില്ല. ഇനി ഫോർത്ത് വൺ ആണ് ക്രിയേഷൻ ഓഫ് മൊണോപ്പൊളി. പ്രൈവറ്റൈസേഷനിൽ ഒരു ഇൻഡസ്ട്രിയിലെ ഡിഫറെൻറ്റ് ഫേംസ് മെർജ് ചെയ്യുന്നതിലൂടെ അവിടെ മൊണോപ്പൊളിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അവർക്ക് കൂട്ടണമെങ്കിൽ ദേ വിൽ ഇൻക്രീസ് ഇറ്റ്. അപ്പോൾ അതിലൂടെ അഫക്റ്റഡ് ആവുന്നത് നമ്മൾ കൺസ്യൂമേഴ്സ് ആയിരിക്കും. ഇനി ഫിഫ്ത്ത് വൺ ആണ് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ആൻഡ് അൺഫെയർ ബിസിനസ് പ്രാക്ടീസസ്. ഇപ്പോൾ പ്രോഫിറ്റ്സ് കുറയുകയാണെങ്കിൽ കമ്പനി ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കും. അങ്ങനെ പ്രോഡക്റ്റിന് ഷോർട്ടേജ് വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അവർ പറയുന്ന പ്രൈസിന് പ്രോഡക്റ്റ് വാങ്ങാൻ റെഡിയാവും. അപ്പോൾ ഇതിലൂടെ അവർക്ക് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ 5 പോയിൻറ്റ്സുമാണ് ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രൈവറ്റൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. 3 ഫോംസ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓണർഷിപ്പ് മെഷേഴ്സ്. പ്രൈവറ്റൈസേഷനിലൂടെ ഒരു പബ്ലിക് സെക്ടറിൻ്റെ ഓണർഷിപ്പ് പാർഷ്യലിയോ അല്ലെങ്കിൽ ഫുള്ളിയോ ആയിട്ട് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് കമ്പനിക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഓണർഷിപ്പ് മെഷർ എന്ന് പറയുന്നത്. ഓണർഷിപ്പ് മെഷേഴ്സിനെ 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ. ഇത് മീൻ ചെയ്യുന്നത് 100% ഓണർഷിപ്പ് പബ്ലിക് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സബ് പോയിൻ്റ് ആണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ജോയിൻറ്റ് വെഞ്ചർ എന്നത് ഒരു പബ്ലിക് കമ്പനിയുടെ ഓണർഷിപ്പ് പാർഷ്യലി മാത്രം പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതായത് ഒരു പബ്ലിക് സെക്ടറിൻ്റെ 49% മാത്രം പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് മീൻ ചെയ്യുന്നത്. ഇനി തേർഡ് സബ് പോയിൻ്റ് ആണ് ലിക്വിഡേഷൻ. ലിക്വിഡേഷനിലൂടെ മീൻ ചെയ്യുന്നത് പബ്ലിക് സെക്ടർ ഒരു വ്യക്തിക്ക് സെയിൽ ചെയ്യുകയും അവർ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്പറേഷൻസൊക്കെ കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പർപ്പസിന് വേണ്ടി ആ കമ്പനി യൂട്ടിലൈസ് ചെയ്തതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഫോം നോക്കാം, ഓർഗനൈസേഷണൽ മെഷേഴ്സ്. ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ കമ്പനിയിൽ ഗവൺമെൻറ് കൺട്രോൾ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയും 3 സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സബ് ഡിവിഷനാണ് ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ. ഇവിടെ ഒരു കമ്പനിയുടെ ടോപ്പ് ലെവൽ ഡിസിഷൻസിൽ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിലും ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടാവില്ല. സെക്കൻഡ് സബ് ഡിവിഷനാണ് ലീസിംഗ്. ഇവിടെ ഗവൺമെൻറ് ഒരു കമ്പനി പ്രൈവറ്റ് സെക്ടറിന് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് ലീസിന് കൊടുക്കുന്നതിനെയാണ് ലീസിംഗ് എന്ന് മീൻ ചെയ്യുന്നത്.
ഇനി തേർഡ് സബ് ഡിവിഷനാണ് റീസ്ട്രക്ചറിങ്. റീസ്ട്രക്ചറിങ്ങും രണ്ടായിട്ട് സബ് പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങും സെക്കൻഡ് പോയിൻ്റ് ബേസിക് റീസ്ട്രക്ചറിങ്ങുമാണ്. ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങിൽ പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുകയും ക്യാപിറ്റൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ബേസിക് റീസ്ട്രക്ചറിങ്ങിലോ ഒരു ലാർജ് പബ്ലിക് സെക്ടറിൻ്റെ ഓപ്പറേഷൻസ് ഓരോ ചെറിയ പബ്ലിക് സെക്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് സെക്ടറിലേക്കോ കൈമാറുന്നതിനെയാണ് ബേസിക് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ഫോമാണ് ഓപ്പറേഷണൽ മെഷേഴ്സ്. ഓപ്പറേഷണൽ മെഷേഴ്സിൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് ഡിസിഷൻ എടുക്കുവാനും എംപ്ലോയീസിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുവാനും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഫ്രീഡമാണ് ഓഫർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ഫോംസ് ഓഫ് പ്രൈവറ്റൈസേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗ്ലോബലൈസേഷനെ കുറിച്ചാണ്. ഗ്ലോബലൈസേഷൻ എന്നത് ഡിഫറെൻറ്റ് വേൾഡിലുള്ള മാർക്കറ്റ്സ് എല്ലാം ഒരുമിച്ച് ഒരു സിംഗിൾ ഗ്ലോബൽ മാർക്കറ്റ് ആക്കുന്ന പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നത് ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ നടക്കുമ്പം ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടാകും, ആ റെസ്ട്രിക്ഷൻസൊക്കെ ഇല്ലാതാക്കുക. ഇതാണ് ഗ്ലോബലൈസേഷൻ്റെ എയിമായിട്ട് വരുന്നത്. ഈ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഡ്യൂട്ടി അടയ്ക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങനത്തെ പ്രോബ്ലംസിനെയാണ് ട്രേഡ് ബാരിയേഴ്സ് എന്ന് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കുന്നത്. ടോട്ടൽ 5 അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് ഗ്ലോബലൈസേഷനിലൂടെ കസ്റ്റമേഴ്സിന് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സും സർവീസസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിൻ്റോ ഗ്ലോബലൈസേഷനിലൂടെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുകയും ചെയ്യപ്പെടുന്നതാണ്. തേർഡ് പോയിന്റിൽ പറയുന്നത് കൺട്രീസ് തമ്മിൽ കൾച്ചറൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്നതിലൂടെ കൾച്ചറൽ ബാരിയേഴ്സ് ആണ് ഇല്ലാതാകുന്നത്. ഫോർത്ത് അഡ്വാൻറ്റേജിൽ പറയുന്നത് മറ്റ് നേഷൻസിൽ നിന്നും അഡ്വാൻസ്ഡ് ടെക്നോളജിയും സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗ്ലോബലൈസേഷനിലൂടെ. ഇനി ലാസ്റ്റ് പോയിന്റിൽ പറയുന്നതോ മറ്റ് നേഷൻസിൽ നിന്നും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ ഒബ്റ്റെയിൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ 5 പോയിൻറ്റ്സ് ആണ് അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഗ്ലോബലൈസേഷനുള്ള ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് ടെക്നോളജിക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിനും വേണ്ടി പുവർ ആയിട്ടുള്ള നേഷൻസ് എപ്പോഴും റിച്ച് നേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സെക്കൻഡ് പോയിൻ്റ് ആണ് എപ്പോഴും മറ്റ് നേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലൂടെ എക്സ്പോർട്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ട്സിലേക്കായിരിക്കും ഇത് ലീഡ് ചെയ്യുന്നത്. തേർഡ് ഡിസഡ്വാൻറ്റേജ് ആണ് ഫോറിൻ ഗുഡ്സിനും സർവീസസിനും ഗ്ലോബലൈസേഷൻ ഫ്രീ എൻട്രി കൊടുക്കുമെങ്കിലും ഇത് ഡിസ്ട്രോയ് ചെയ്യുന്നത് ട്രഡീഷണൽ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീനെ തന്നെയാണ്. ഫോർത്ത് ഡിസഡ്വാൻറ്റേജ് ആണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ ഗ്ലോബലൈസേഷനിലൂടെ കുറേ ത്രെറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. പ്രോഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും ഇൻഫർമേഷൻ്റെയും ട്രേഡ് ഫ്രീ ആക്കുന്നതിലൂടെ നേഷൻ്റെ കൾച്ചറും ട്രഡീഷനുമാണ് ഡാമേജ് ആകുന്നത്. സോ ഈ 5 പോയിൻറ്റ്സ് ആണ് ഡിസഡ്വാൻറ്റേജിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് LPGയിൽ നോക്കേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാവുന്ന ടോപ്പിക്സ് തന്നെയാണ്, അതിലൂടെ ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാവുന്നതുമാണ്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. ഇനി ഈ ഒരു മൊഡ്യൂളിന് ഒരു പാർട്ടും കൂടി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ കമൻസും മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.